എല്ലാ മച്ചന്മാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം മച്ചന്മാരെ വെൽക്കം ബാക്ക് ടു ആൻഡ്രോയിഡ് ഗെയിമർ ടീം. മച്ചന്മാർ ഇന്നത്തെ വീഡിയോ ചക്കര നമ്മുടെ എപ്പിസോഡ് 5 ആണ്. മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. അപ്പം ഫസ്റ്റത്തെ മാച്ച് ഈ എപ്പിസോഡിലെ ഫസ്റ്റ് മാച്ച് ഏറ്റിങ്ങ മുഹമ്മദ്. അപ്പം അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി പിന്നെ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കാൻ മച്ചന്മാരെ. അപ്പോൾ നമുക്ക് കളിയിലേക്ക് പോകാൻ മച്ചന്മാരെ. അപ്പം മച്ചമ്മനെ സിസ്റ്റം വെച്ച് നമുക്ക് ചാൻസ് കിട്ടുന്നതിന് വെയിറ്റ് ആക്കും മച്ചമ്മനെ. നമുക്ക് ചാൻസ് കിട്ടുന്ന ഫസ്റ്റ് ചാൻസ് അവർക്കായിരിക്കും മിക്കവാറും. നോക്കാൻ പറ്റും. നമുക്കാണ് ഫസ്റ്റ് ചാൻസ് കിട്ടുന്നത്. റഹീമലി മുമ്പിലോട്ട് പോകുന്നുണ്ട്. റഹീമലി 1 vs 1 സിറ്റുവേഷൻ. റഹീമലി 3 ബാക്കിൽ രണ്ടുപേരുണ്ട്. ഓ, നല്ലൊരു കട്ട് പാസ്, ഫ്രീ പോസ്റ്റ്. ജോർദൻ മനോഹരമായി മാറുന്നത്. റഹീമലി നല്ല പാസ്, വാട്ടർ കട്ട് ബാക്ക്. അപ്പോൾ അടുത്ത 38-38 മിനിറ്റിൽ അവർക്ക് ചാൻസ് കിട്ടുന്നുണ്ട്. 38 മിനിറ്റിൽ അവർക്ക് ചാൻസ് വീണ്ടും 41 മിനിറ്റിൽ അവർക്കൊരു ചാൻസാണ് വെച്ചാൽ. ഓ, അവർക്ക് നല്ല ചാൻസ് വെച്ചാൽ വീണ്ടും അവർക്ക് ചാൻസ്, അഗൈൻ ചാൻസ്. എന്നിട്ട് ക്ലിയർ ചെയ്ത് വളർന്നിരിക്കുകയാണ് വെച്ചോന്. 45 മിനിറ്റ് ആയിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫിൽ 1-1. സെക്കൻഡ് ഹാഫ് തുടങ്ങാൻ പോകുന്നത് വെച്ചോലെ. സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്ന കമൻറ്റ് ചെയ്യുക. അപ്പം സെക്കൻഡ് ഹാഫിലേക്ക് പോകാൻ വെച്ചവന് സെക്കൻഡ് ഹാഫ് തുടങ്ങിയിരിക്കുകയാണ്. ഓ, റഹീമലി സ്റ്റിൽ റഹീമലി വീണ്ടാർക്ക് ചാൻസാണ്. ചാൻസ് ഇട്ടിരിക്കുന്നു. ഷോട്ട്, നല്ല ഡിഫൻഡിങ്. മഡോ സാദിഖ് ഗോളടിച്ചിരിക്കുകയാണ്. മഡോ സാദിഖ് ആ പ്ലെയർ കുറച്ച് സീനിയർ വെച്ചാൽ പോലെ. നമുക്ക് ചാൻസ് 82 മിനിറ്റ് വീണ്ടും അവർക്ക് ചാൻസ് ഇട്ടിരിക്കുകയാണ്. ഇതും ഗോളായപ്പോൾ നമുക്ക് വെച്ചാൽ പോലെ. ഓ, നല്ല ഡിഫൻഡിങ്. നമുക്ക് ചാൻസ് കിട്ടുന്നില്ല. പക്ഷേ 84 മിനിറ്റ് ചാൻസ് കിട്ടിയാണ്. ജോർദാൻ മുറ, ഇത് ഗോളാവണ വെച്ചാൽ ജോർദാൻ മുറ നല്ല കട്ട് ബാക്ക്. വീണ്ടും ചാൻസ്. 2-2 ആയിരിക്കുകയാണ് വെച്ചവന്. 2-2 സമനിലയിൽ പിരിയാണ് വെച്ചവന്. നമുക്കൊരു യെല്ലോ കാർഡ് ഇട്ടിട്ടുണ്ട്. സീനിന്ന് വെച്ചവന് 13 കളിയിൽ നിന്ന് 35 പോയിന്റുമായി ഒന്നാം ടേബിളിലോ 1-ാം സ്ഥാനങ്ങളിൽ. ഇതുവരെ ഒരു കളി പോലും തോറ്റില്ല വെച്ചവര്. ചെന്നൈ ഹിസ്റ്ററിയാണത്. അപ്പം നമുക്ക് അടുത്ത കളിയിലേക്ക് പോകാൻ വെച്ചവന്. അടുത്ത കളിയും ജംഷഡ്പൂരിനെതിരെയാണ് വെച്ചവന്. ആ കളിയിലേക്ക് പോകാൻ നമുക്ക് നേരെ. അവർ 4-4-2 ആക്കുന്നത്. നമുക്ക് കളിച്ച് ജയിച്ചെടുക്കാൻ വീണ്ടും അവർക്ക് 4-ാം മിനിറ്റിൽ അവർക്കൊരു ചാൻസ് കിട്ടുകയാണ്. നമുക്കൊരു ചാൻസ് 6-ാം മിനിറ്റിൽ നമുക്കൊരു സുവർണ ചാൻസ്. ആകാശ് ഒരു ഗോൾ അടിക്കുന്നുണ്ട്. ഐശ്വര്യക്കാരൻ്റെ പുറക്കാരനായി വന്ന ആകാശ് മികച്ച ഫോമിൽ കളിച്ചുകൊണ്ട് നമുക്ക് നോക്കാൻ പറ്റുമോ. വീണ്ടും ഒരു ചാൻസ് കിട്ടുന്നത് ലീഡ് ഉണ്ടാക്കാൻ. 23-ാം മിനിറ്റ് വീണ്ടും ഒരു ചാൻസാണ് ഇട്ടിരിക്കുന്നത് വെച്ചാൽ. റഹീമലി ക്രോസ്. ജോർദാൻ മുറ ഈ ചെങ്ങായി വല്ലാത്തൊരു ജിന്നാണ് വെച്ചവരെ. അടിക്കുന്നത് ഫുള്ളും മാക്സിമം പോസ്റ്റ് നിൽക്കുന്ന ഗോളാണ്. നമുക്ക് ചാൻസ് കിട്ടുന്നത് വെയിറ്റ് ചെയ്യാൻ വെച്ചാൽ 45 മിനിറ്റ് ആയിട്ടുണ്ട്.
ഫസ്റ്റ് ഹാഫ് ആയിരിക്കണം. പക്ഷേ എന്തുകൊണ്ടും ലീഗിന് സെക്കൻഡ് ഹാഫിലേക്ക് പോയി. 55-ാം മിനിറ്റിൽ നമുക്കൊരു യെല്ലോ കാർഡ് കിട്ടിയെന്ന് വെച്ചാൽ നമുക്കൊരു ചാൻസും കൂടി കിട്ടുന്നു. ജോർദാൻ മുറയുടെ കാലിന് ബോൾ തന്ത്രപരമായി എടുത്തിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യാൻ വെച്ചാൽ വീണ്ടും 68-ാം മിനിറ്റ് ചാൻസ് ഇട്ടിരിക്കുകയാണ്. ഫറൂഖ് ചൗധരിന്റെ ജ്യൂസൊക്കെ കയ്യാനായി വെച്ചാൽ ഫറൂഖ് ചൗധരി നല്ല സ്പേസ് ഷോട്ട് എടുക്കുമ്പോൾ നോക്കാം. നല്ലൊരു ടൈറ്റ് സിറ്റുവേഷനിൽ ഡിഫൻഡർ തന്നെ ക്ലിയർ ചെയ്യുന്നു. ജംഷഡ്പൂരിന് 25 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് വെച്ചാൽ നമുക്ക് നോക്കാം. ഈ കളി നമ്മൾ ജയിച്ച് ഉറപ്പിക്കുന്നു. ഒരു പെനാൽറ്റി ഗോൾ കീപ്പർ. What a save! 92-ാം മിനിറ്റ് നമുക്ക് അവസാനം ചാൻസ് ആയിട്ടിരിക്കാൻ ജോർദാൻ മുറ അത് ക്ലിയർ ചെയ്ത് കളയാൻ ജയിച്ചിട്ടുണ്ട്. വെച്ചാൽ വെറുതെ പോയി ഒരു ഗോൾ കളഞ്ഞു. അടുത്ത കളിയിലേക്ക് പോകാൻ ജോബ് ഓഫർ വന്നിട്ടുണ്ട്. ആരൊക്കെ നോക്കാൻ വെച്ചവരെ എത്തിക്ക മോഹൻ ബഗാൻ FC ഗോവയാണ്. നമ്മൾ രണ്ടും റിജക്റ്റ് ചെയ്യുകയാണ്. എത്തിക്കാണെങ്കിൽ 8-ാം സ്ഥാനത്തും ഗോവയാണെങ്കിൽ 4-ാം സ്ഥാനത്തും. നമുക്ക് രണ്ടും റിജക്റ്റ് ചെയ്ത് ഈ സീസൺ ഫുള്ളും ചെന്നൈയിലാണ് നിൽക്കാൻ വെച്ചവന്. ഞാനിത് റിജക്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് 14 മത്സരത്തിൽ നിന്നും 38 പോയിൻ്റാണ് വെച്ചത്. ഫുഡ് പോയിസൺ നമുക്ക് കുറേ പരിക്ക് ഇഞ്ചുറി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് പോയിസൺ മുടിച്ച് 2 പ്ലേയേഴ്സൊക്കെ. എന്നാലും സീനില്ല. ഇപ്പം അതൊക്കെ മാറിയിട്ടുണ്ട്. മച്ചമ്മ ഇന്ന് നേരെ അടുത്ത കളിയിലേക്ക് പോകാം. മച്ചമ്മരെ അതിന് മുമ്പ് നമുക്ക് ടോപ്പ് അസിസ്റ്റാണ് നോക്കാം. പക്ഷേ ലീഗിൽ ബ്രൂണോ ഫെർണാണ്ടസാണ് നമ്മളൊരു പ്ലെയർ പോലും. ബ്രൂണോ ഫെർണാണ്ടസ് 14 അസിസ്റ്റാണ് ടോപ്പ്. സെക്കൻഡുള്ള ക്യാമറ 11, 3 അസിസ്റ്റ് അധികം ബ്രൂണോ ഫെർണാണ്ടസിന്. നമുക്ക് ടോപ്പ് ഗോളായിരുന്നു നോക്കാം. മച്ചമ്മന് ആരായിരിക്കും നമ്മുടെ ടോപ്പ് ഗോളേഴ്സ് നോക്കാം ലീഗിലെ. നമ്മൾ സ്വന്തം ജോർദാൻ മുറ 1-ാം സ്ഥാനത്താണ് വെച്ചാൽ 24 ഗോൾ. സെക്കൻഡുള്ള ദിമിത്രി 14 ഉള്ളൂ വെച്ചാൽ. അപ്പോൾ ജോർദാൻ മുറയ്ക്ക് റെസ്റ്റ് കൊടുത്താലും വലിയ സീൻ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് അടുത്ത കളിയിലേക്ക് പോകുമ്പോൾ വെച്ചാൽ കൂടുതൽ ലെങ്ത് ആകുന്നില്ല വീഡിയോ. അപ്പോൾ മച്ചമ്മ അടുത്ത മാച്ച് ഒഡീഷനെതിരെ നമ്മൾ മാച്ചിലേക്ക് കിടക്കാൻ മച്ചവനെ നിങ്ങൾ ലൈക്ക് അടിക്കാൻ വെച്ചവനെ. ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് ഒരു 25ആണ്. ഫസ്റ്റ് വെച്ച് നമ്മളെ സീനാക്കുന്നു. നോക്കാൻ വെച്ചവനെ ചാൻസ് കിട്ടുന്നത് വെയിറ്റ് ആക്കാം. ഒഡീഷയ്ക്ക് 14-ാം മിനിറ്റിൽ ചാൻസ് കിട്ടിയിരിക്കുകയാണ് വെച്ചാൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കണം. ആരാ ഗോൾ അടിച്ചത് വെച്ചാൽ സാരമില്ല. 25-ാം മിനിറ്റ് നമുക്കൊരു ചാൻസ് ഇട്ടിരിക്കുന്ന ക്രിവറിലൂടെ ഫ്രീ കിക്ക്. ജോർദാൻ മുറ നല്ലൊരു ഫ്രീ കിക്കാണ്. ഈ 31-ാം മിനിറ്റിൽ അവർക്ക് വീണ്ടും ഒരു ചാൻസ് വെച്ചാൽ മച്ചാമ്പാൻ്റെ റോഹിത് കൃഷ്ണ ഗോൾ അടിച്ചിരിക്കുകയാണ്. നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല വെച്ചാൽ 1-3 ആയിരിക്കുകയാണ്. 1-3 വീണ്ടും നമുക്ക് ചാൻസ് കിട്ടുന്നു. ഫറൂഖ് ചൗധരി 2-3 ആയിരിക്കും വെച്ചാൽ വീണ്ടും 38-ാം മിനിറ്റിൽ അവർക്കൊരു ചാൻസ്. ഡിഫെൻഡ് ചെയ്യാൻ നോക്കാൻ വെച്ചാൽ മിസ്സായി. ഗോൾ മച്ചാമാരെ വീണ്ടും അവർക്ക് തന്നെ ചാൻസ്. അതൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ പോയി. പക്ഷെ വീണ്ടും അവർക്ക് തന്നെ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഡിഫെൻഡ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. വീണ്ടും അവർക്ക് തന്നെ കിട്ടുന്നത്. ഓ മൈ ഗോഡ്, ഇത് ഡേഞ്ചർ.
45 മിനിറ്റ് കഴിഞ്ഞ് വെച്ചാൽ ഹാഫ് ടൈം അടിക്കണം. എൻ്റെ നല്ല പുറകിലാണ് വെച്ചാൽ ഉള്ളത്. നമുക്ക് കമ്പാക്ക് അടിക്കാൻ കഴിയും വെച്ചാൽ വിശ്വാസമുണ്ട്. 61 മിനിറ്റിൽ നമുക്ക് ചാൻസ് ഇട്ടിരിക്കുകയാണ്. അങ്കിത് മുഖർജി നല്ല പാസ്. ജോർദാൻ മുഖ 3-3 അതെ 3-4 വെച്ചാൽ ഒരു ഗോൾ ലീഡേ ഉള്ളൂ. അതടിക്കാൻ വെച്ചാൽ നമുക്ക് 7-ാം മിനിറ്റിൽ വീണ്ടും ഒരു ചാൻസ്. 7-ാം മിനിറ്റിൽ ഫാറൂഖ് ചൗധരി ഓ മൈ ഗോഡ് ഫാറൂഖ് 4-4 വാട്ട് എ കംബാക്ക് ചെന്നൈ FC. വാട്ട് എ കംബാക്ക്. അവർക്ക് ചാൻസ്. ഓ മൈ ഗോഡ് നമ്മളെ ഗോൾ മുമ്പിലോട് കയറി വന്നപ്പോൾ കീപ്പിംഗ് ക്യാച്ചാണ്. ഗുഡ് ഗോളി. ഇന്നത്തെ മത്സരം ജയിപ്പിച്ചാണ് ഗോളിന് പോകുന്നത് ലാസ്റ്റ് മിനിറ്റ്. വാട്ട് എ കംബാക്ക്. മാൻ ഓഫ് ദ മാച്ച് ജോർദാൻ മുഖ 4-4 വാട്ട് എ കംബാക്ക്. 15 മത്സരത്തിൽ നിന്ന് 39 പോയിന്റ് വെച്ചവര് നല്ലൊരു റിസൾട്ട് തന്നെയാണ്. ഈ സീസണിൽ ചെന്നൈയിലെ ഹിസ്റ്ററി തന്നെ തോന്നുന്നു ഒരു കളി കൂടി തോക്കാതെ. അടുത്ത മാച്ച് ഹൈദരാബാദിനെതിരെയാണ് മാച്ച്. അപ്പോൾ നമുക്ക് നേരെ മാച്ച് കേൾക്കണം. മെച്ചവനെ ഹൈദരാബാദിനെതിരെയുള്ള മത്സരം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ടെസ്റ്റോടെയാണ് തുടങ്ങുന്നത്. 3-ാം മിനിറ്റിൽ അവർക്ക് ഒരു ചാൻസാണ് മെച്ചവനെ ചെയ്യുന്നത്. നേരെ ഷോട്ട് വെച്ച് ഗോൾ കീപ്പർ സേവ് ചെയ്തിരിക്കുകയാണ്. 9-ാം മിനിറ്റ് നമുക്കൊരു ചാൻസ്. വീണ്ടും അവർക്ക് തന്നെയാണ് ചാൻസ്. നമുക്കല്ല വെച്ചാൽ ഡിഫെൻഡ് ചെയ്യാൻ നോക്കാം. ഓ അത് ഗോളായിരിക്കുകയാണ്. സിൽവയാണ് ഗോൾ അടിച്ചിരിക്കുന്നത്. നമുക്ക് ചാൻസ് കിട്ടുന്നതിന് വെയിറ്റ് ചെയ്യാൻ വെച്ചാൽ അവർ വേണ്ടത്തൊരു ഗോൾ അടിച്ചിട്ട് 2-ാം ഗോളിലേക്ക് സാധ്യതയുണ്ടോ വെച്ചാൽ 2-ാം ഗോൾ അടിച്ചിരിക്കുകയാണ്. ഓ മൈ ഗോഡ്. എന്നിട്ടും റിട്ടേൺ വന്ന ബോൾ പോലും അടിച്ചില്ല വെച്ചവന്. കാരണം എക്സ്പീരിയൻസ് പ്ലേയേഴ്സാണ്. അതും കാര്യമുണ്ട്. ഫുള്ളി യങ് പ്ലേയേഴ്സാണ്. അപ്പം നമുക്ക് ചാൻസ് ആയിട്ടിരിക്കുകയാണ് വെച്ചാൽ 36-ാം മിനിറ്റിൽ റഹീം അലിയുടെ പാസ്. ജോർദാൻ മുഖ ഫ്രീ പോസ്റ്റ് ഗോൾ. അത് ഉറപ്പാണ്. ഫ്രീ പോസ്റ്റ് 100% ഗോളാണ്. 1-1 നമുക്ക് ചാൻസ് കിട്ടും വെച്ചാൽ ഹാഫ് ടൈം ആയിരിക്കണം. സെക്കൻഡ് ഹാഫ് ആണെങ്കിലുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് തന്നെ അവർക്കൊരു ചാൻസ് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ് വെച്ചാൽ അത്. 54-ാം മിനിറ്റിൽ നമുക്കൊരു ചാൻസ് ഇട്ടിരിക്കുകയാണ് വെച്ചാൽ ഫാസ്റ്റ് ജോർദാൻ മുഖയുടെ ഷോട്ട് ഗോൾ. നല്ലൊരു പാസിങ് ഗെയിം പ്ലേ ആണ്. അപ്പം ജോർദാൻ മുഖയുടെ ഗോളാണത്. അസിസ്റ്റ് റഹീം അലി എന്ന് തോന്നുന്നു. എന്തായാലും 65 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. 60-ാം മിനിറ്റ് നമുക്കൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ് വെച്ചാൽ സ്റ്റിൽ ഫാറൂഖ് ചൗധരി ആ വിങ്ങിൽ നല്ലൊരു കളിയാണ് കളിക്കുന്നത്. ഫാറൂഖ് ചൗധരി നല്ല പാസ്. അത് നല്ല ക്ലിയറൻസാണ്. ഹൈദരാബാദിൻ്റെ ക്യാപ്റ്റ് ലീഡ് ചെയ്തുള്ളത്. അവർക്കൊരു പെനാൽറ്റി മിസ്. 2-ാമത് വന്ന ഗോൾ അടിച്ചിരിക്കുകയാണ് ജാവ വിക്ടർ. 2-ാമത് കിട്ടിയ ഗോളാണ്. നല്ല പോസ്റ്റിന് ഫസ്റ്റ് ഷോട്ട് പോസ്റ്റിന് വന്നവരെ. എന്നാലും നമുക്കിവിടെ ചാൻസ് ഇട്ടിരുന്നു. സ്കോർ ചെയ്തിരിക്കുകയാണ് വെച്ചാൽ എന്തായാലും നമുക്ക് 3-2 ഒരു ഗോളിലേ ചെയ്തിട്ടുള്ളൂ. അത് ഒന്നും കൂടി ഉയർത്തണം വെച്ചാൽ 81-ാം മിനിറ്റിൽ വീണ്ടും ഒരു ചാൻസ്. ഇത് സ്കോർ ചെയ്താൽ 2 ഗോളിൻ്റെ ലീഡ് ഉറപ്പായി ജയിക്കാൻ വെച്ചാൽ നമുക്ക് നോക്കാം. 2 ഗോൾ അടിക്കാൻ കഴിയുമോ. അതും ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ് അവർ. ജോർദാൻ കൃത്യമായി പൂട്ടുകയാണ് വെച്ചാൽ എന്തായാലും 2-3 നമ്മൾ ജയിച്ചിട്ടുണ്ട്. ജോർദാൻ തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്. ഹാട്രിക്. അപ്പം 16 പോയിൻറ്റ്സിൽ നിന്നും 42 പോയിന്റ്. അപ്പം മച്ചവൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് വെച്ചത്. അപ്പം മച്ചവൻ ഈ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻ്റ് അയക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.